ഇതെന്താ ഇങ്ങനെ? എന്തടാ? കുറച്ചു കഴിഞ്ഞാൽ മണിയറ എത്തുമല്ലോ. ശരിക്കും കണ്ണും കണ്ടുകൂടാ. പിന്നെ എന്തിനാണ് ആക്രാന്തം കാണിച്ചത്? എടാ ബിജു, അത് പ്രിയങ്ക തന്നെയല്ലേ? അല്ലാതെ പിന്നെ എടാ എന്തോ ഒരു മാറ്റം പോലെ. അല്ല, കൈ തൊട്ട എനിക്കതറിയാം. അയാളുടെ കൈയുടെ സ്പർശം എന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ ഇത് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. വെറുതെ അല്ല ആൾക്കാർ പറയുന്നത്. കല്യാണം കഴിഞ്ഞ പ്രണയം അപ്പ ചത്തുപോകും. അതുകൊണ്ട് തോന്നുന്നതാ ഇങ്ങനെയൊക്കെ. എടാ അല്ലടാ, എന്തോ പ്രശ്നമുണ്ട്. ഇതുവരെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. ഇനിയിപ്പോ ഈ രാത്രിയും കൂടെ കഴിഞ്ഞു കിട്ടിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഈ കൈയിന്റെ സ്പർശം ഹൃദയത്തിൽ പതിഞ്ഞു എന്നൊക്കെ പറയുന്നതേ ഓരോ എഴുത്തുകാർ പടച്ചുണ്ടാക്കുന്നതാ, ചുമ്മാ. പോയവളെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇനി അവിടെ ചെന്ന് വല്ല കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടാവോ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഈ സംഭവിച്ച കാര്യങ്ങൾക്കൊന്നും അവൾക്ക് യാതൊരു പങ്കുമില്ല. പ്രിയങ്ക ഇനി അനുഭവിക്കാൻ പോകുന്നതൊക്കെ അവളിൽ നിന്നും തട്ടിപ്പറിച്ചതാ. കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഒരുത്തിയോട് കുറച്ചെങ്കിലും കരുണ കാണിക്കമ്മേ. അല്ലെങ്കിലും പെറ്റതിനോടല്ല, പോറ്റിയതിനോടാണല്ലോ നിനക്ക് സ്നേഹം കൂടുതല്. മോളെ, എന്തായി? കൊടുത്തു അമ്മ. ആർക്കും നിന്നെ സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല മുത്തശ്ശി, പൂജയുടെ കാര്യം പറഞ്ഞു. അപ്പ എല്ലാവർക്കും വിശ്വാസമായി. ഈശ്വര, അതങ്ങനെ എല്ലാം തീർന്നു കിട്ടി. അവൻ നിന്നെ കണ്ടോ? വരും. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നറിയോ. എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ വാ വാ. എടി കണ്ടോന്ന്? ഇല്ല മുത്തശ്ശി. ദേ, നിന്റെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ വിവരം നമ്മളല്ലാതെ പുറത്താരും അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പ്രിയങ്കമോളുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ചത്തുകളയും. പക്ഷെ അതിനു മുമ്പ് നിന്നെ കൊന്നിട്ടേ ഞാൻ ചാവും. പോട്ടെ മോളെ, നീ ഇപ്പൊ ചെയ്ത കാര്യം അത്രയ്ക്ക് വലുതാണെന്ന് മുത്തശ്ശിക്ക് അറിയാം. എന്നിട്ടും നിന്നോടൊരു നല്ല വാക്ക് പറയാനുള്ള മടി കൊണ്ടാ. സാരമില്ലമ്മ, പ്രിയങ്കയ്ക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മോളെ, സഹിക്കാൻ പറയാനേ അമ്മയ്ക്ക് പറ്റും. ഭഗവാനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് സമാധാനം തരാൻ പറയാം. ഞാൻ ചോദിച്ച കാര്യം അശ്വതിക്ക് മനസ്സിലായോ? ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ?
ഇല്ല. എന്നോട് കള്ളം പറയരുത്. ശ്യാമയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരാളാ ഞാൻ. ശ്യാമയുടെ മകൾ ശ്രീകൃഷ്ണപുരത്തുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ എപ്പോഴേ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ശ്യാമയുടെ മനസാക്ഷിയുടെ താക്കോല് നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോട് എന്തെങ്കിലും ഒളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അശ്വതിക്ക് ശരിക്കും അറിയാലോ എന്നെ. ഞാനും നീയും ഇത്ര അടുത്ത് നിൽക്കുന്നത് തന്നെ ശ്യാമ എന്നൊരാള് ഇടയിൽ നിന്നതുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ നിനക്കുള്ള ശിക്ഷ വിധിച്ചേനെ. എത്ര കാലം ഈ രഹസ്യം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്കൊന്നറിയണം. പൊയ്ക്കോ. രഹസ്യങ്ങളുടെ പൂട്ട് ഒന്നുകൂടെ ഭദ്രമാക്കാൻ നോക്കണ്ട. ഞാനത് പൊളിക്കും. ചെല്ല്. എന്തുപറ്റി? ശ്രീകൃഷ്ണപുരത്ത് ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ശ്യാമയുടെ അതേ രൂപത്തിലുള്ളൊരു പെൺകുട്ടി. എന്നിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്തു. അവള് മിസ്സായി. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒന്നുകിൽ ശ്യാമ മകളെ കണ്ടെത്തി കാണും, അല്ലെങ്കിൽ അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം ശ്യാമ അറിഞ്ഞിരിക്കുന്നു. കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ? ഗൗതമനെ. അയാളാണ് ആ കുറ്റം ചെയ്യാൻ നേറ്റത്. അയാൾ അന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട്. ഗൗതമനെ കണ്ടുപിടിക്കണം, അയാൾ എവിടെയാണെങ്കിലും. നീ വലിയ ആലോചനയിലാണല്ലോ. അല്ലമ്മേ, എന്നാലും ഈ പ്രതാപവർമ്മ സാറിന് സ്വന്തം മോളോട് എന്താ ഇത്ര ദേഷ്യം? പ്രതാപവർമ്മനോ? അതാരാ? ഋതികയുടെ അച്ഛൻ. അവൾക്കാണെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടവും. എന്റെ രാധികെ, നീ എന്തൊക്കെയാ പറയുന്നേ? ആരാ ഇവരൊക്കെ? സി കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലാ അകലെ. അച്ഛന്റെ സ്നേഹത്തണലിനായി കൊതിയോടെ കാത്തിരിക്കുന്ന ഋതികയുടെ കഥയാ അത്. എന്നാ നമുക്കത് കണ്ടാലോ? കാണാലോ. വരുന്ന നവംബർ 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മുടെ സ്വന്തം സി കേരളത്തിൽ. ഞങ്ങൾ എന്തായാലും മുടങ്ങാതെ കാണും. നിങ്ങളും കാണില്ലേ? ഭഗവാനെ, ഇവിടെ എന്റെ അച്ഛനും അമ്മയും എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അവരെ വിട്ടുപിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല. പക്ഷെ അനാഥയാണ്, പാഴ്ജന്മാണ് എന്ന വിളിപ്പേരൊന്നും മറക്കുന്നുമില്ല. എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവരെന്നെ ഓർക്കുന്നുണ്ടാവോ? ആ അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവോ? എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിച്ചിട്ടുണ്ടാവില്ലേ? ഒരിക്കൽ, ഒരു തവണ അമ്മയുടെ മുന്നിൽ എന്നെ
എന്നത് മാത്രം എന്റെ ജീവിതത്തിലെ ഒരേ ഒരു സമാധാനം. ഒരു ജന്മത്തിന്റെ കടമുണ്ട്. അതവളെ സ്നേഹിച്ച് എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ. ഇനിയും വൈകിക്കല്ലേ കൃഷ്ണ. എന്റെ മോളെ കാണാൻ എനിക്ക് കൊതിയായി. ശ്യാമേ, ഐശ്വര്യക്ക് എന്തോ സംശയം കാര്യമായിട്ടുണ്ട്. ശ്യാമ മോളെ കണ്ടെത്തിയോന്ന് എന്നോട് കുത്തി കുത്തി ചോദിച്ചു. പക്ഷേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ശ്യാമ, ഞാനൊരു കാര്യം പറയട്ടെ. ഐശ്വര്യയെ പേടിച്ച് സ്വന്തം മകളിലേക്കുള്ള ദൂരം ഇനിയും കൂട്ടണോ? ശ്യാമ ഉറച്ചൊരു നിലപാടെടുത്തേ പറ്റൂ. ഐശ്വര്യയെ ശ്യാമയ്ക്ക് ധിക്കരിക്കേണ്ടി വന്നാ ധിക്കരിക്കണം. എന്നിട്ട് നമുക്ക് സംശയം തോന്നിയ ഇടങ്ങളിൽ മോളെ അന്വേഷിച്ചിറങ്ങണം. പറയാൻ എളുപ്പമാണ് ചേച്ചി, പക്ഷെ അപകടം ചെറുതല്ല. കൂടെ നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവരൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ? എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നൊരറിവ് കിട്ടിയ അവരാ നിമിഷം അവളെ ഇല്ലാതാക്കില്ലേ? ഭഗവാൻ എന്റെ കണ്ണിൽ നിന്നും എന്റെ മകളെ മറച്ചു നിർത്തുന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും എനിക്കവളെ മറച്ചു നിർത്തിയേ പറ്റൂ. കാരണം എനിക്കവളെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. ഞാൻ ചെയ്ത പാപം എന്നെ ദഹിപ്പിച്ച് ഇല്ലാതാക്കട്ടെ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. അവസാന ശ്വാസത്തിന് മുന്നെയെങ്കിലും അവൾ എന്റെ മുമ്പിലെത്തും. അവളോട് മാപ്പ് പറഞ്ഞ് മനം നിറഞ്ഞ് മോളേന്നൊന്ന് വിളിച്ചിട്ടേ ഞാൻ മരിക്കും. അതെങ്കിലും ഭഗവാൻ എനിക്ക് ബാക്കി വെക്കില്ലേ? ഈശ്വര, എല്ലാം ഓക്കെ അല്ലോ. ബിജു, 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 നോക്ക്, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചടാ. എനിക്കിപ്പോ എല്ലാം വ്യക്തമായിട്ട് തന്നെ കാണാം. സത്യമാടാ. ഞാൻ കുറച്ചുനേരം നല്ല ടെൻഷനിലായിരുന്നു. അബദ്ധവശാൽ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിലേ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചതാണെന്ന് പറയില്ലായിരുന്നോ? ഒന്ന് പോടാ. കൃത്യസമയത്ത് നീ കൂടെ നിന്നുകൊണ്ടാ ഇതെല്ലാം ഇവിടെ വരെ എത്തിയത്. എന്നിട്ട് ഞാൻ പിന്നെ നിന്നെ സംശയിക്കോടാ. എന്തായാലും കണ്ണു തെളിഞ്ഞ സമയം കൊള്ളാം. പെട്ടെന്ന് കണ്ണടി നോക്കി റെഡിയായിക്കേ. എന്തിന്? അതെ, ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് എല്ലാരും കൂടെ കാശിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ.
അയ്യോ, ഇന്ന് ആദ്യ രാത്രിയല്ലേ? ഓ പ്രിയതമ കാത്തിരിക്കുകയാണ്. നീ വേഗം ചെല്ലങ്ങോട്ട്. അതെ, എന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം മണവാട്ടിയെയും കണ്ടോളും. ഡാ, പോടാ. നമുക്ക് പോവാം. അതെ, ഒന്ന് അങ്ങോട്ട് എത്തിച്ചു കിട്ടിയാ എനിക്ക് സമാധാനമായി. എന്നിട്ട് വേണം എനിക്ക് നീണ്ടു നിവർന്നു കിടന്നൊന്ന് ഉറങ്ങാൻ. ഇങ്ങനെയുണ്ടോ ടെൻഷൻ പിടിച്ചൊരു കല്യാണം? നിന്റെ കല്യാണം ആവട്ടെ, ഞാനും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കോളാം. എന്തിന്? എന്റെ കല്യാണത്തിന് ഇതുപോലെ കണ്ണില് സ്പ്രേ എടുത്തടിച്ചു തരൂ. ആ, അത് അപ്പ തീരുമാനിക്കാം. അല്ല, എന്നാ പിന്നെ നമുക്ക് പോയാലോ? മണവാളന് നാണമുണ്ടാ? അവന് ഉണ്ടാവില്ലടാ. ഉണ്ടാവും, പക്ഷേ ഇതൊത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എടാ, വളരെ കുറച്ചു ദിവസം കൊണ്ട് ഒരാളെ കാണുക, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക, സ്വന്തമാക്കിയിട്ട് വീടിനകത്ത് കൊണ്ടുവരിക. ഇതുവരെ കളിച്ചതും ചിരിച്ചു പോലെയൊന്നുമല്ല. ആ, ഇന്ന് പോടാ. വാ പോവാം. ഒരു മിനിറ്റ് മതി, വാ പോവല്ലേ? വാ. എന്നാ പിന്നെ ആ. അകത്തേക്ക് കയറിയാട്ടെ. അല്ല, ഇവിടെ അല്ലല്ലോ മണിയറ ഒരുക്കുന്നത്. മണിയറ ഒരുക്കുന്നത് ഇവിടെയല്ല, പക്ഷേ പ്രിയങ്ക കാത്തിരിക്കുന്നത് ഇവിടെയാണ്. അല്ല, അതെന്ത് പറ്റി? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ചിലപ്പോ പെൺകുട്ടികൾക്ക് അവരവരുടേതായ ചില ഇഷ്ടങ്ങളൊക്കെ കാണില്ലേ? ആ, ഇനിയിപ്പോ അതൊക്കെ ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ചെല്ലു കുട്ടാ, ചെല്ല്. പിന്നെ പോവാല്ലേ? ഇപ്പോ കണ്ണ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? പോടാ 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 പോടാ. എനിക്ക് ഇപ്പൊ കണ്ണിന് പണ്ടത്തെക്കാളും കൃത്യമായിട്ട് കാണാം. ഓക്കെ അല്ലേ? പിന്നെന്താ, കേറി വെക്കോ. വെക്കോ. ഇതെന്താ തലയൊക്കെ മൂടി പതിച്ച്? നാണമുണ്ടാവും. നാണിച്ചാ പിന്നെ എന്തൊക്കെയാ ചെയ്തുകൂടാത്തെ? ചെല്ലങ്ങോട്ട്. അല്ല, എന്തു പറ്റി ഇത്ര നാണിക്കാനായിട്ട്? അതെ, ഇങ്ങനെ തലമൂടി പൊതിച്ച് നാണിച്ച് നിൽക്കേണ്ട ഒരു ദിവസമല്ല. എടോ, ഇത് നമ്മുടെ ആദ്യരാത്രിയാണ്. നമുക്ക് ഒരുപാട് സംസാരിക്കാനില്ലേ? അതെ, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അത് ഇന്ന് രാത്രി എന്നല്ല, എത്ര രാത്രിയായാലും സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. ഈ സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചു, സ്നേഹമുള്ള അച്ഛനമ്മമാരെ കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴാണ് ലക്കിയായത്, തന്നെ സ്വന്തമാക്കിയപ്പോൾ. എടോ തനിക്കറിയോ, ഒരു മുറിയിൽ നമ്മൾ അടുത്തിരിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷേ എത്രയോ രാത്രികളായിട്ട് താൻ എൻ്റെ കൂടെയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ താൻ ചിരിക്കും. എടോ, ഇതെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ തിരിച്ചൊന്നും പറയാത്തത്? ഒന്നും മിണ്ടാത്തത്?